ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഞാൻ കൃഷിയൊക്കെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ പച്ചക്ക് ചീരയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതാകുമ്പോൾ ഒരു അല്പം പോലും വിഷം ഒന്നും ചേരുന്നില്ല. നല്ല ഫ്രഷായിട്ടുള്ള ചീര തന്നെയാണ് കേട്ടോ. ഒട്ടും വളം ചേർക്കുന്നതും ഞാൻ എല്ലുപൊടി, ചാണകപ്പൊടി ഇങ്ങനെയുള്ളത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം എല്ലാം വാർന്നു പോയതിനു ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ചീര എല്ലാം നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് എളുപ്പമായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ കേട്ടോ. എല്ലാവരും ഈ ചീരത്തോരനൊക്കെ എല്ലാവരും വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടേ. അപ്പോൾ ഞാൻ ചീരത്തോരനെല്ലാം നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒട്ടും വിഷമൊന്നും ചേർക്കും. അപ്പോൾ ഞാനിതിൽ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നില്ല. ചുമന്നുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചുള്ളി നമുക്കിതുപോലെ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ കൊച്ചുള്ളിയൊക്കെ ചുമന്നുള്ളിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സവാള ചേർക്കുന്നതിനേക്കാളും ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു രുചി കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നും അല്ല, ചെറിയൊരു ഐറ്റം, ചെറിയൊരു റെസിപ്പി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഒരു ഇച്ചിരി തൈര്, ചൂട് സമയമൊക്കെ അല്ല, അപ്പോൾ പച്ചത്തൈരോ അല്ലെങ്കിൽ മോര് കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാനിതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചതച്ചൊന്നും അല്ല എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 3-4 ചുമന്നുള്ളി അതുപോലെ നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരല്പം ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് ഞെരടിയെടുക്കാം. അപ്പോൾ നമ്മളിത് ചതച്ചൊന്നും അല്ല എടുക്കുന്നത്. നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോരൻ ആവശ്യമുള്ള സാധനം എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി അരിഞ്ഞത്, ഉഴുന്ന് പരിപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ, പച്ചമുളക്. ഇത്രയും മതിയാവും നമ്മുടെ തോരന്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇടേണ്ടത്. പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. പെട്ടെന്ന് എല്ലാം എടുത്ത് വെച്ചു. ചെയ്ത് വന്നപ്പോൾ വീഡിയോയും എടുത്ത് നോക്കി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടുന്നതിന് പകരം ചുമന്നുള്ളി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഇത് ഞാൻ കഴിഞ്ഞിട്ട് ഉഴുന്നിടുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടാണ് ഓർത്തത്. അപ്പോൾ ഒന്നും അങ്ങനെ വരുമ്പോൾ ഒന്നും വിഷമിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒരല്പം എണ്ണ കൂടെ ആണെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം ഉഴുന്ന് പരിപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. ഇപ്പം മറവിയൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിപ്പോകുമല്ലോ. അപ്പോൾ ഇതുപോലെ കണ്ടോ. ഇപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് നല്ലപോലെ മൂത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ചുമന്നുള്ളി എല്ലാം ഒന്നുകൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എരിവിന് ആവശ്യമായിട്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീരത്തോരനൊന്നും ഒരുപാട് എരിവൊന്നും വേണ്ട. അപ്പോൾ ഇത് വലിയ എരിവൊന്നും ഉള്ള മുളകല്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഞാൻ പൊടിയുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൺചട്ടി ഇങ്ങനെയെല്ലാം ഞാൻ കഴുകുന്നത് പൊടിയുപ്പ് അല്ലെങ്കിൽ കടലപ്പൊടിയില്ലേ, ഇതൊക്കെ ഇട്ടാണ് കഴുകുന്നത്. അപ്പോൾ തോരൻ വയ്ക്കാൻ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ കല്ലുപ്പ് പെട്ടെന്ന് ചിലപ്പോൾ അലിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പൊടിയുപ്പ് ചേർക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക.
എൻ്റെ ഒരു ചെറിയൊരു ഷോട്ടിന് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ വീഡിയോയ്ക്ക് ഒന്നും വ്യൂവൊന്നും ഇല്ല. എന്നാലും ഞാൻ മടിക്കാതെ വീഡിയോ ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പിന്മാറണം എന്ന് ആദ്യമൊക്കെ ഒന്ന് മടിച്ചെങ്കിലും ഞാൻ ഇനി വിചാരിച്ച് എന്തായാലും പിന്നോട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് സ്ട്രൈക്ക് മാറുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ആ ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അതുപോലെ ഒന്ന് നമുക്ക് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം ചീര അരിഞ്ഞെടുക്കുവാണെങ്കിൽ ചീര കുഴഞ്ഞു പോകത്തില്ല. ഇതിലൊക്കെ ഒരു അല്പം പോലും വിഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്വന്തം കൈ കൊണ്ട് ഇവിടെ കൃഷി ചെയ്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും ചാരമൊക്കെ ഇട്ട് ഞാൻ വളർത്തിയെടുത്ത ചീര കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വലിയ സന്തോഷമാണ് നമുക്ക് മനസ്സിന് കിട്ടും. മാത്രമല്ല ഇതിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ സമയം പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഇതിനായിട്ടൊക്കെ കൊടുക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും. സങ്കടങ്ങൾ മനവിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയെല്ലാം നമുക്ക് വരുന്ന സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കഴിയുമ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നല്ല റീച്ച് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് ഒന്നും വ്യൂ ഇല്ലാത്തത്. 10, 12, 8, 5 ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. സാരമില്ല. ഇത്രയും ഒരുപാട് സഹിച്ച് വന്ന ഞങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ. എന്തായാലും 3 മാസമെന്ന് പറയുമ്പോൾ അതൊരു നമ്മളിപ്പോൾ ഇതനുസരിച്ച് നമുക്കത് ഇത്തിരി കഷ്ടം തന്നെയാണ് ഇത്രയും ദിവസം എന്ന് പറയുന്നത്. എന്നാലും സാരമില്ല, എല്ലാം സഹിക്കാം. അപ്പോൾ നമ്മുടെ ചീരത്തോര ഇതുപോലെ നല്ല പോലെ ഒന്ന് നമുക്കിതാക്കി എടുക്കുക. അപ്പോൾ ഇനി വീഡിയോ ചെയ്യുന്നവർ ഷോർട്ടൊക്കെ ഇടുമ്പോൾ നോക്കിയൊക്കെ ചെയ്യുക. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. കഴിവിൻ്റെ പരമായി നമ്മുടെ വോയിസോ അല്ലെങ്കിൽ യൂട്യൂബ് അനുവദിച്ചിട്ടുള്ള പാട്ടോ അങ്ങനെയുള്ളത് മാത്രം കൊടുക്കുക. അപ്പം നമുക്കതുപോലെ ചെറിയൊരു പറ്റിപ്പോയി, അറിയാതെ പറ്റിയതായിട്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. അറിയത്തില്ലായിരുന്നു ഇങ്ങനെ അതിൻ്റെ ഇത് വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്നും. എന്തായാലും ഇതെല്ലാം മാറി വീണ്ടും തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.